ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. വിദ്യാഭ്യാസ കാലത്ത് എല്ലാ തിരക്കടിക്കും മുന്നിലുണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ഗൈസ്. ഇവനാണ് ഗൈസ് ഞാൻ പറഞ്ഞ മഹാൻ ജിസ്മോൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ടീനുണ്ട്, ജോസ്മിയുണ്ട്, അപ്പുണ്ട്. ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. പിള്ളേരുണ്ട്. അപ്പോൾ ജിസ്മോൻ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങി ഗൈസ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ജിസ്മോൻ പഴയ ആളല്ല ഗൈസ്, വലിയ ഷെഫായി ഗൈസ്. പോർക്ക് വെന്താലും ചോറ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്, സവോളയെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നു, അതുപോലെ മുട്ട സോട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ ബിയറൊക്കെ അടിച്ച്, നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ ബിയറൊക്കെ കഴിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. കണ്ടോ, എന്തോരം ഫ്രൂട്ട്സാന്ന് നോക്കി, നിറഞ്ഞു നിൽക്കുന്നത്. ആപ്പിള്, ചുമന്ന ആപ്പിള് കണ്ടോ, ഫുള്ള്. പറിക്കുക കഴിക്കുക, പറിക്കുക കഴിക്കുക. അങ്ങനെ ഇത് കണ്ടോ, ഇവൻ്റെ നിപ്പം തീറ്റയും കണ്ട ഇവൻ വെള്ളം ഒഴിച്ച് വളർത്തിയ മരാൻ തോന്നും. കണ്ടോ കണ്ടോ, എൻ്റെ മരത്തെ പോയി പറിച്ച് തരുന്നത്. എന്താ ചിരി കണ്ടോ എന്നിട്ട്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ സമയം ഇവിടെ ഒരു വൈകിട്ട് 8 മണിയായിട്ടോ. അതാണ് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവ് കേട്ടോ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പറിച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഈ മരത്തിലേക്ക് കിടക്കുന്ന മാപ്പിൾ കണ്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ കപ്പ് പോലും കിട്ടിയല്ലേ, ശരിയല്ലേ, ഫുള്ള് തീരും. ഇവിടെയൊന്നും ആർക്കൊന്നും വേണ്ടതേ. നമ്മളെപ്പോഴും എല്ലാവരൊക്കെ വന്നു കഴിഞ്ഞാൽ പറിച്ച് തിന്നും, അത്രേ ഉള്ളൂ. ഇവിടെയൊന്നും ആർക്കും വേണ്ട. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ സ്വന്തം വീട്ടിലെ പറിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ പോയി പറിച്ച് നമ്മൾ സാധനം തീർത്താനെ. ഇപ്പം എൻ്റെ കൊച്ചി നോവയ്ക്ക് ആപ്പിൾ പറിക്കണമെന്ന് പറഞ്ഞാൽ ടീനു കമ്പ് താത്തി കൊടുക്കുക. അവൾ പറിച്ച് കഴിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പോൾ ആ കാലത്ത് എന്തോരം പറിച്ച് കഴിച്ചേക്കാണ്. ഇവർക്ക് ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടല്ലേ. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. അത് നല്ല ചരിത്രം ഉറങ്ങും. ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ജിസ്മോനോട് ചരിത്രമൊക്കെ ചോദിച്ചു. പുള്ളിക്ക് ചരിത്രത്തെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും എന്തൊക്കെയോ പുള്ളി പറഞ്ഞു തന്നു. അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ആ വീട്ടിൽ ജിസ്മോൻ ഫ്രൈഡ് റൈസ് ഫിനിഷിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഉള്ള പക്കയായിട്ടുള്ള സൂപ്പർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ജോസ്മി ജിസ്മോനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു, എങ്കിലും അടിപൊളിയായിരുന്നു. നല്ല എരിവുള്ള ഫ്രൈഡ് റൈസും എരിവില്ലാത്തതും എല്ലാം ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ വേണ്ടി. അങ്ങനെ നല്ല അടിപൊളിയായി ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. താങ്ക് യു ജിസ്മോൻ ആൻഡ് ജോസ്മി. Okay, bye.